എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയാനാണ് ഞാൻ ഈ അൾത്താരയിൽ വന്ന് നിൽക്കുന്നത്. എൻ്റെ വീട് 2024 ഒക്ടോബർ ലാസ്റ്റ് എൻ്റെ വീട് പോയതാണ്. ഹൈവേ വന്ന് എൻ്റെ വീട് ഹൈവേ കല്ലിട്ടു. എൻ്റെ വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ടു. അവർ പറഞ്ഞു ഹൈവേ കല്ലിട്ട് കഴിഞ്ഞ് നോട്ടീസ് കിട്ടിയ 90 ദിവസം കൊണ്ട് വീട്ടിൽ നിന്ന് നിങ്ങളെ ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞു. വീട് പുതിയതായിരുന്നു. എനിക്ക് 2 പെൺമക്കളാണ്. എൻ്റെ മോളുടെ കല്യാണത്തിന് വേണ്ടി കെട്ടിയ വീടാണ്. ഞാൻ അവരോട് പറഞ്ഞു എൻ്റെ മോളുടെ കല്യാണം നടന്നിട്ടില്ല, വീട് പോയാൽ എന്ത് ചെയ്യും? അവർ പറഞ്ഞു ഹൈവേക്കാർ കല്ലിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങുക തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു. റോഡിന് വേണ്ടിയാണ് നിങ്ങളുടെ വീട് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആകെ കരച്ചിലായി. എൻ്റെ വീട് പോകും, ഞാനിനി എന്ത് ചെയ്യും? എൻ്റെ മക്കളും ഞാനും എന്ത് ചെയ്യും? അങ്ങനെ ഞാൻ കരഞ്ഞു. ഞാൻ ഉടമ്പടി എടുത്തതായിരുന്നു 26/1/2024. ഇവർ കല്ലിട്ടതിന് ശേഷം ഞാൻ ഇവിടെ വന്നു, മാതാവിൻ്റെ മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു, അമ്മേ എൻ്റെ വീട് പോകല്ലേ, എന്നെ വഴിയിലാക്കല്ലേ, എനിക്ക് എൻ്റെ വീട് തിരിച്ചു തരണം എന്ന് പറഞ്ഞ് ഞാൻ ഉടമ്പടി പുതുക്കി. ഉടമ്പടിയിൽ നിയോഗം ഞാൻ വെച്ചു. അമ്മേ മാതാവേ, എൻ്റെ വീട് തിരിച്ചു കിട്ടുകയാണെങ്കിൽ ഞാൻ ഈ അൾത്താരെ കയറി സാക്ഷ്യം പറയാം, എൻ്റെ വീട് പോകല്ലേ, എനിക്ക് എൻ്റെ വീട് തിരിച്ചു തരണേ മാതാവേ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ വീട്ടിൽ ചെന്നു. ഞാൻ ഒക്ടോബറിൽ കല്ലിട്ടതിന് ശേഷം നവംബറിലും ഹൈവേക്കാർ തെരുതര വീട്ടിൽ വരവായി. അവർ വന്ന് ഓരോ പ്രാവശ്യം നോക്കുകയെടുക്കി പോകും. ഡിസംബർ തൊട്ട് ഹൈവേക്കാർ വരാതായി. ഡിസംബർ, ജനുവരി, അതുപോലെ 2025 മെയ് 19 ആയപ്പോഴും അവർ വന്നില്ല. അങ്ങനെ ആയപ്പോൾ എല്ലാവരും പറയാൻ തുടങ്ങി, മേഴ്സി ചേച്ചിയുടെ പ്രാർത്ഥന മാതാവ് ഈശോയും കേട്ടു, നിങ്ങളുടെ വീട് തള്ളിക്കളഞ്ഞെന്നാണ് കേൾക്കുന്നത്. ഞാൻ ഹൈവേ ഓഫീസിൽ പോയി അന്വേഷിച്ചു. അവർ തന്ന നോട്ടീസ് അവരെ കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ കല്ലിട്ടതിന് ശേഷം ആരും വന്നില്ല, എന്താണെന്ന് ചോദിച്ചു. അവർ നോട്ടീസ് നോക്കിയിട്ട് പറഞ്ഞു നിങ്ങളുടെ വീട് പോകത്തില്ല, ഹൈവേ നിങ്ങളുടെ വീട് തള്ളിക്കളഞ്ഞിരിക്കുന്നു, 90% നിങ്ങളുടെ വീട് ഒഴിവാക്കിയിരിക്കുന്നു, നിങ്ങളുടെ വീട് പോകത്തില്ല എന്നോട് പറഞ്ഞു. എൻ്റെ അമ്മ മാതാവ്, എൻ്റെ ഈശോ എനിക്ക് എൻ്റെ വീട് തന്നു. 2025 ഡിസംബർ 25 ക്രിസ്മസിൻ്റെ അന്ന് അമ്മ മാതാവ് എൻ്റെ വീട്ടിൽ വന്നു. അമ്മ പുൽക്കൂട നോക്കി നിൽക്കുകയായിരുന്നു. ഗ്രേ കളർ ഡ്രസ്സ് ഉടുപ്പാണ് ഇട്ടിരുന്നത്. എനിക്ക് അമ്മയാണെന്നൊന്നും അറിഞ്ഞില്ല. അമ്മ പറഞ്ഞു എൻ്റെ മക്കൾക്ക് കൊടുക്കാൻ എന്തെങ്കിലും തരാൻ പറഞ്ഞു. ഇത് എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞ് ഞാൻ അകത്ത് പോയി വന്നു. ഞാൻ മാതാവിനെ കണ്ടില്ല, മാതാവാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഉടനെ ഞാൻ കൃപാസനത്തിൻ്റെ ഒരു ഫോട്ടോ എൻ്റെ വീട്ടിലുണ്ട്. ഞാൻ ആ ഫോട്ടോയിൽ പോയി നോക്കി, ഇതേ മുഖമാണല്ലോ ഞാൻ കണ്ടത്, ഈ അമ്മയാണല്ലോ എൻ്റെ വീട്ടിൽ വന്നതെന്ന് പറഞ്ഞു. അങ്ങനെ മാതാവ് എൻ്റെ വീട്ടിൽ വന്നു. എൻ്റെ അമ്മ മാതാവിന് ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. യേശുവേ സ്തുതി, യേശുവേ നന്ദി. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തത്, എൻ്റെ വീട് പോയ സമയത്ത് ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി 10 കെട്ട് പത്രം മേടിച്ചുകൊണ്ട് പോയി. ഞാനത് റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും അതേപോലെ ഓട്ടോ സ്റ്റാൻഡിലും ആശുപത്രിയിലും എല്ലാം കൊണ്ടു നടന്നു കൊടുത്തു. അതിനുശേഷം പിന്നെ ഞാൻ വന്ന് 7 കെട്ട് പത്രം ആ മാസം തന്നെ മേടിച്ചുകൊണ്ട് പോയി. അതുപോലെ ആശുപത്രിയിലും പിന്നെ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും എല്ലാ ആളുകൾക്കും കൊണ്ടുപോയി നടന്നു കൊടുത്തു. ഇടവകയിലും കൊടുത്തു. അതേപോലെ ഞങ്ങളുടെ അവിടെ അതിഥി മന്ദിരമുണ്ട്, വൃദ്ധസദനം എന്ന് പറയും, അവിടെ കാറ്ററിംഗുകാരുടെ ഭക്ഷണം വാങ്ങിച്ച് അവർക്ക് കൊടുക്കുമായിരുന്നു. പിന്നെ വഴിയരികിലിരിക്കുന്ന അനാഥരായ മനുഷ്യർക്ക് പൊതിച്ചോറ് കൊണ്ട് നടന്ന് ഞാൻ കൊടുക്കുമായിരുന്നു. ആശുപത്രിയിൽ പോകുമായിരുന്നു. രോഗികളെയൊക്കെ ഞാൻ കാണുമായിരുന്നു. എൻ്റെ കയ്യിലുള്ളത് എന്തെങ്കിലും ഞാൻ അവർക്ക് കൊടുക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട്. ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദിയും സ്തുതിയും പറയുന്നു. യേശുവേ സ്തുതി, യേശുവേ നന്ദി. 1 പത്രോസ് 3-ാം അധ്യായം 12-ാം തിരുവചനം, കർത്താവിൻ്റെ കണ്ണുകൾ നീതിമാന്മാരുടെ നേരെയും അവിടുത്തെ ചെവികൾ അവരുടെ പ്രാർത്ഥനകളുടെ നേരെയും തുറന്നിരിക്കുന്നു. മേഴ്സി ജോർജ് എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ അനുഭവപ്പെട്ട വലിയൊരു പ്രതിസന്ധിയുടെ നിമിഷങ്ങളിലാണ് കൃപാസന മാതാവിനെ വിളിച്ച് കണ്ണീരോടും പ്രത്യാശയോടും പ്രാർത്ഥിക്കുന്നത്. അത് അസാധ്യമെന്ന് കരുതിയ ഒരു നിയോഗത്തെയാണ് അമ്മയുടെ കരങ്ങളിൽ കൊടുക്കുന്നത്. ദേശീയപാതയ്ക്ക് വേണ്ടി കല്ലിട്ട് സ്ഥലം ഏറ്റെടുക്കുന്നതിൻ്റെ നടപടി എല്ലായിടത്തും പുരോഗമിക്കുമ്പോഴാണ് സഹോദരിയുടെ വീട് പോകുന്ന രീതിയിൽ പുതിയ വീട് മകളുടെ കല്യാണത്തിന് വേണ്ടി പണി കഴിപ്പിച്ചത്, കല്യാണം പോലും നടക്കാത്തത്, ആ ഒരു പുതിയ വീട് പോകുന്ന രീതിയിൽ കല്ലിട്ട് പോകുന്നത്. അത് നിർമ്മിച്ച് തീർന്നതേയുള്ളൂ, വിവാഹത്തിന് കുറച്ച് നാളുകൂടിയുണ്ട്. അപ്പോൾ അത് നഷ്ടപ്പെടുന്നത് തീവ്രമായ വേദനയോടുകൂടി ജീവിതം തന്നെ ആകെ തകരുന്ന അവസ്ഥയിലാണ് മകൾ അതിന് അമ്മ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. അത് വന്നവരൊക്കെയും വീട് പോകുമെന്ന് പറഞ്ഞു. ഉദ്യോഗസ്ഥർ
വീണ്ടും അമ്മയുടെ അരികിൽ തന്നെ നിയോഗം സമർപ്പിച്ച് ഉടമ്പടിയുടെ നേർച്ച പുസ്തകങ്ങളൊക്കെ അവിടെ വിതറി അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ വീട് സംരക്ഷിച്ചു തരണമെന്ന് അമ്മയോട് പ്രാർത്ഥിക്കുന്നത്. മകൾ പറയുന്നുണ്ട്, കുറച്ച് നാൾ കഴിഞ്ഞ് ആരും ആ മുറ്റത്തേക്ക് ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് വരാതിരിക്കുമ്പോഴാണ് തിരക്കി ചെല്ലുന്നത്. എന്താ ഇതിൻ്റെ സ്റ്റാറ്റസ് എന്നറിയുവാൻ വേണ്ടി ആദ്യം ഉദ്യോഗസ്ഥന് പറഞ്ഞു വീടൊക്കെ ഏതാണ്ടൊക്കെ ഒഴിവായിട്ടുണ്ടെന്ന്. വിശ്വാസം വരാതെ ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടെ റെക്കോർഡ് എടുത്ത് നോക്കിയിട്ട് അവർ പറയുന്നു വീടിനെ പൂർണ്ണമായും ഒഴിവാക്കിയെന്ന്. അതിൻ്റെ സന്തോഷവും നന്ദിയുമാണ് ഈ അമ്മ ഈ എൽത്താരയിൽ പങ്കുവെക്കുന്നത്. കാരണം ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയൊരു കാര്യം, എല്ലാം നഷ്ടമായെന്ന് കരുതിയൊരു കാര്യം, അവിടെയാണ് അമ്മ മാതാവിൻ്റെ സവിശേഷമായ സംരക്ഷണയാൽ അമ്മയുടെ കണ്ണീരും പ്രാർത്ഥനയും ദൈവസന്നിധിയിൽ എത്തുന്നതും കൃപാസന മാതാവിൻ്റെ സവിശേഷമായ സംരക്ഷണയിൽ അത് നിവർത്തിതമായി കിട്ടുന്നതും. ഇനി അത് അമ്മയിലൂടെ എങ്ങനെ കിട്ടി എന്നതിൻ്റെ സാക്ഷ്യമാണ് മകൾ ചേർത്ത് പറയുന്നത്. ക്രിസ്മസ് ദിനത്തിൽ അന്ന് വീടിന് ഫ്രണ്ടിൽ പുൽക്കൂടിൻ്റെ അരികിൽ ഒരു സ്ത്രീ വന്നു നിന്നിട്ട് എൻ്റെ മക്കൾക്ക് ഭക്ഷിക്കാൻ എന്തെങ്കിലും തരികയെന്ന് പറയുന്നു. അത് ചേച്ചി ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു ഗ്രേ കളറുള്ള ഉടുപ്പാണ്, സാരിയാണ്, അത് പരിചയമുള്ളൊരു മുഖമാണ്, ആരും അറിയില്ല. അങ്ങനെ അകത്ത് പോയി കൊടുക്കുവാനായി തിരികെ കാര്യവുമായി പുറത്തേക്ക് വരുമ്പോൾ ആളെ കാണുന്നില്ല. പിന്നെയാണ് എന്താണ് ഈ നടക്കുന്നതെന്ന് അറിയാതെ പ്രാർത്ഥിച്ചുകൊണ്ട് അകത്ത് ചെന്ന് കൃപാസന മാതാവിൻ്റെ ചിത്രം നോക്കുമ്പോൾ അതേ ചിത്രത്തിലുള്ള അതേ സാന്നിധ്യമുള്ള രൂപമുള്ള വ്യക്തിയാണ് തന്നെ അല്പം മുമ്പ് കാണാൻ വീടിനകത്ത് വന്നതെന്ന് മനസ്സിലാവുന്നത്. അതാണ് സഹോദരിക്ക് കിട്ടുന്ന കൺഫർമേഷൻ. ഞാൻ ദൈവസന്നിധിയിലേക്ക് കൊടുത്തൊരു നിയോഗം, അത് അസാധ്യമെന്ന് എല്ലാവരും പറഞ്ഞ ഒരു നിയോഗം, ദേശീയപാതയ്ക്ക് എല്ലായിടത്തും സ്ഥലമെടുക്കുന്നത് വീടെടുക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി അമ്മയുടെ കരങ്ങളിലേക്ക് ശരണപ്പെട്ടുകൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ കുടുംബത്തിൻ്റെ ദൈന്യതകൾ മുഴുവനും ഏൽപ്പിച്ചു കൊടുത്താണ് പ്രാർത്ഥിക്കുന്നത്. അമ്മ മാതാവ് മകൾക്കത് അനുഗ്രഹത്തിനും ഉപകാരത്തിനും കാരണമാക്കി കൊടുക്കുന്നു. തൻ്റെ സാന്നിധ്യം നൽകിക്കൊണ്ട് ഞാൻ തന്നെയാണ് ഈ വലിയ ആപത്തിൽ നിനക്ക് കൂട്ടായിരുന്നതും ഈ അപകടത്തിൽ നിന്ന് നിന്നെ രക്ഷിച്ചതുമെന്ന് വെളിവാക്കുകയും ചെയ്യുന്നു. അതിനെയാണ് ഈ എൽത്താരയിൽ അമ്മ സാക്ഷ്യപ്പെടുത്തുന്നത്. ഉടമ്പടി ജീവിതത്തിൽ നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് പ്രസൻസ് എന്ന് പറയുന്നത്, മാതാവിൻ്റെ സാന്നിധ്യം. അത് സ്വപ്നത്തിലാവാം, ചിലപ്പോൾ അത് വാക്കുകളായി കേൾക്കുന്നതാവാം, ചിലപ്പോൾ അത് ആരെയെങ്കിലും വഴി നമ്മളോട് സംസാരിപ്പിക്കുന്നതാവാം, അമ്മ മാതാവ് തന്നെ നമുക്ക് നേരിൽ കാണുന്നതാവാം, ചിലപ്പോൾ അതൊരു സുഗന്ധാഭിഷേകമാകാം, ചിലപ്പോൾ ഒരു സാധ്യതയും ഇല്ലാത്ത സമയത്ത് മഴവില്ല് പ്രത്യക്ഷപ്പെടുന്നതാവാം. അത് അമ്മയുടെ സാന്നിധ്യം നമുക്ക് ഉറപ്പിച്ചു തരുന്നതാണ്. ആ സാന്നിധ്യത്തിൻ്റെ അർത്ഥം ഞാൻ നിൻ്റെ കൂടെയുണ്ട്. നീ ഏത് ജീവിത വിഷയത്തിന്മേലാണോ ഈ നാളുകളിൽ ആകുലപ്പെട്ട് സങ്കടപ്പെട്ട് ജീവിതത്തെ സമർപ്പിച്ച് മുന്നോട്ട് പോയി എൻ്റെ അരികിൽ നീ സമർപ്പിച്ചിരിക്കുക, ആ വിഷയത്തിനുമേൽ നിന്നെ കാണുകയും നിൻ്റെ ജീവിത വിഷയങ്ങൾക്ക് മേൽ ഞാൻ കൂടെ നിന്ന് നിന്നെ സഹായിക്കുമെന്ന് അമ്മ പറയുന്നതിൻ്റെ ഒരു അടയാളമാണ് അമ്മയുടെ സാന്നിധ്യം തന്നെ കൈമാറിത്തരിക. ആ സാന്നിധ്യാനുഭവത്തെയാണ് ഈ സാക്ഷ്യത്തിൽ ഈ അമ്മ പ്രത്യേകമായിട്ട് ഏറ്റെടുത്ത് പറയുന്നതും. നമ്മുടെ ഉടമ്പടി ജീവിതത്തിലും അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അതിന് ചേരുന്ന വിധത്തിൽ ആത്മശരീരങ്ങളെ നമുക്ക് വിശുദ്ധിയിൽ സൂക്ഷിക്കാം. ഈ അമ്മയ്ക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.